എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. 100 ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. സോ ഇതൊരു അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾ കാണേണ്ട, ഇതൊരു സാധാരണ ഒരു വീഡിയോ ആയിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയാൻ സാധിക്കില്ല. നമ്മൾ ജോൺ ടൊറലിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. എന്തായാലും ജോൺ ടൊറലിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വല്ലാത്തൊരു അവസ്ഥയാണ്. വലിയൊരു ഹൈപ്പോടെ വന്നൊരു താരമാണ് മുംബൈ സിറ്റി FC ജോൺ ടൊറൽ. അതായത് ഏതാണ്ട് 5 മത്സരങ്ങളെ അദ്ദേഹം ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിച്ചിട്ടുള്ളൂ. 8 മത്സരങ്ങളോളം എനിക്ക് തോന്നുന്നു മുംബൈ സിറ്റി FC കളിച്ചു കഴിഞ്ഞു. അതിൽ 5 മത്സരങ്ങൾ മാത്രമേ ജോൺ ടൊറൽ കളിച്ചിട്ടുള്ളൂ. അതിലും അദ്ദേഹത്തിന് ഫുൾ ടൈം ഒന്നും കിട്ടിയിട്ടില്ല. എന്തായാലും അതിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വല്ലാത്ത അവസ്ഥയാണ്. അതായത് 5 കളിയിൽ നിന്ന് 1 ഗോളും 1 അസിസ്റ്റ് പോലും ഇല്ല. അതായത് വലിയ പ്രതീക്ഷയോടെ അവർ കൊണ്ടുവന്നൊരു താരമാണ്. ആ ഒരു താരത്തിൻ്റെ അവസ്ഥയാണ് ഈ ഒരു രീതിയിൽ എന്ന് തന്നെ പറയണം. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയണം അദ്ദേഹം അടുത്ത ഹാഫിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ ഉയരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ. എന്തായാലും പീറ്റർ ക്രാറ്റ്കി അദ്ദേഹത്തെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇല്ല എന്ന് തന്നെ പറയണം. അദ്ദേഹം ഉറപ്പായിട്ടും ഫുൾ ടൈം കളിക്കേണ്ട ഒരു പ്ലെയറാണ്. ബട്ട് ആ ഒരു ഫുൾ ടൈം അദ്ദേഹത്തെ കളിപ്പിക്കുന്നില്ല പീറ്റർ ക്രാറ്റ്കി. പലപ്പോഴും ഫസ്റ്റ് ഹാഫിൽ 40 മിനിറ്റ് കഴിയുമ്പോൾ അദ്ദേഹത്തെ പോലുള്ള ടോപ്പ് ആഴ്സണലിനൊക്കെ വേണ്ടി കളിച്ചിട്ടുള്ള യൂത്ത് ടീമിനൊക്കെ വേണ്ടി കളിച്ചിട്ടുള്ള താരത്തെ പിൻവലിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട് പീറ്റർ ക്രാറ്റ്കി. സോ എന്തായാലും എന്താണ് പീറ്റർ ക്രാറ്റ്കി ജോൺ ടൊറലിനെ ആ ഒരു രീതിയിൽ, അതായത് ഒരു മെയിൻ പ്ലെയറായിട്ട് കാണാത്തതെന്ന് നമുക്കറിയില്ല. മെയിൻ പ്ലെയറായിട്ട് കാണുമെന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത്. അവരുടെ മെയിൻ പ്ലെയറായി തന്നെ മാറുമെന്നാണ് വിചാരിച്ചത്. ബട്ട് ആ ഒരു രീതിയിലേക്ക് അദ്ദേഹം ഉയരുന്നില്ല. അടുത്തൊരു സന്തോഷ വാർത്തയാണ്. അതായത് നമ്മുടെ കരോലിസ് കിൻകിസിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അദ്ദേഹത്തിന് 35 വയസ്സ് തികയാണ്. എന്തായാലും യങ് ആണ്. ആ ഒരു മാനേജ്മെൻറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ, അതായത് പ്ലെയർ അങ്ങനത്തെ ഒരു സൈഡല്ല, മാനേജ്മെൻറ്റ് സൈഡിലേക്ക് ഒരു എന്താ പറയുക, സ്പോർട്ടിംഗ് ഡയറക്ടർ 35 വയസ്സിൽ എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ്. എന്തായാലും ആ ഒരു ഏജിൽ അദ്ദേഹത്തിന് ഇവിടെ വന്നിരിക്കാൻ സാധിക്കുന്നു. നല്ല നല്ല നീക്കങ്ങൾ അദ്ദേഹം നടത്തുന്നു. പിന്നെ അതൊന്നും സക്സസ് ആവുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. ബട്ട് അദ്ദേഹം നടത്തുന്ന നീക്കങ്ങളൊക്കെ അത്യാവശ്യം നല്ല നീക്കങ്ങളാണ്. അദ്ദേഹം മനസ്സിൽ വിചാരിക്കുന്ന പല നീക്കങ്ങളും ഉണ്ട്. അതായത് നിഖിൽ പ്രഭു, അതുപോലെ തന്നെ ബംഗളൂരു FC ഒരു റൈറ്റ് ബാക്ക് പെട്ടെന്നതിൻ്റെ നങ്ങിയർ ബുട്ടിയ, അതുപോലെ തന്നെ ഗുർമീത് സിംഗ്, ഇവരെയൊക്കെ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. ബട്ട് നമുക്കറിയാം അത് വേണ്ടാന്ന് വെക്കുകയായിരുന്നു അവസാന നിമിഷം. എനിക്കൊന്ന് മണി ഇഷ്യൂ കൊണ്ടായിരിക്കാം വേണ്ടാന്ന് വെച്ചിരിക്കുന്നത്. സോ എന്തായാലും അതായത് ബ്ലാസ്റ്റേഴ്സ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇന്ത്യൻ താരങ്ങൾക്കൊന്നും ഓവർ പേ ഞങ്ങൾ ചെയ്യില്ല, ഓവറായിട്ട് അവർക്ക് പൈസ കൊടുക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എന്തായാലും ആ ഒരു കാര്യം കൊണ്ടായിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എല്ലാവരും കരോലിസ് കിൻകിസിനൊരു ഹാപ്പി ബർത്ത്ഡേ നമ്മുടെ കമൻറ്റ് ബോക്സിൽ തരാൻ ശ്രമിക്കുക. അടുത്ത വീട്ടിൽ കാണുന്നവരെ